ഞങ്ങൾക്ക് അങ്ങനെ ഉള്ളൂ. എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹവും ഞങ്ങളെ പ്രത്യേകിച്ച് ആര് ഭരണത്തിൽ വന്നോ ഞങ്ങൾ അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാന്നുള്ളതുണ്ട്. ഇന്നയാൾ വരണമെന്ന് ഞങ്ങൾ പറയല്ല. വിഷയം കേരളത്തിൽ പ്രതിഫലിക്കുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതിൻ്റേതായ പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാവാം. എല്ലാ തരത്തിലും ഉണ്ടാവുമെന്ന് അറിയാൻ പാടില്ല. ഉണ്ടാകാൻ സാധ്യതയുണ്ട്. CAA പോലുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള നിയമങ്ങളൊക്കെ സർക്കാർ നടപ്പിലാക്കി മുന്നോട്ട് പോകും. അതിനെതിരെ ഒരു വിധിയെഴുത്താവുമോ? അതിനെ പല രാഷ്ട്രീയ കക്ഷികളും പല രീതിയിലായിരുന്നു പ്രതികരിക്കുന്നത്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷമേ അത് പറയാനൊക്കൂ. അത് സംസ്ഥാന സർക്കാരിനോടല്ലേ ചോദിക്കണ്ടേ, എന്നോട് ചോദിച്ചാലും അവർക്കല്ലേ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാനൊക്കുക. ഞാൻ അവരുടെ വിലയിരുത്തലാണോ എന്നുള്ളത് ഞാനെങ്ങനെ പറയുന്നു? അവർക്കാ പറയാം. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, ഞാനത് പറയാൻ തയ്യാറാണ്. ഇപ്പം എല്ലാ MP മാരും തീർന്നല്ലോ, ഇനി വരുന്നവരെല്ലാം പുതിയതാണ്. ജനാധിപത്യം തുടരണമല്ലോ. മതേതര രാഷ്ട്രമാണ്, ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ. അതേ രീതിയിൽ തുടരണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെ എനിക്ക് പ്രത്യേകിച്ചില്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. മതേതരത്വം, ജനാധിപത്യം ഇതൊക്കെ ഇന്ത്യയുടെ അടിസ്ഥാന തത്വങ്ങളാണ്. അതെന്നും തുടരണം. ഏത് സർക്കാർ വന്നാലും തുടരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ശരി.